പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്കറിയാം ഇന്നലെ അദ്ദേഹത്തിന് 2 തെരഞ്ഞെടുപ്പ് പരിപാടികളായിരുന്നു. ഒന്ന് തിരുവല്ലയിൽ NDA റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നു. വൈകിട്ട് അനന്തപുരിയെ ഇളക്കിമറിച്ച് ആവേശത്തിലാഴ്ത്തിയുള്ള പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കഴിഞ്ഞു. പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നും മടങ്ങുന്നതിന് പിന്നാലെ ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ആധുനിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കോഴിക്കോടേക്ക് എത്താൻ പോകുകയാണ്. ആദ്യം അദ്ദേഹം ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് റോഡ് ഷോയിലാണ് പങ്കെടുക്കുന്നത്. അവിടെ BJP സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ റോഡ് ഷോയായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം തലസ്ഥാനത്ത് PK കൃഷ്ണദാസിന്റെ കാട്ടാക്കടയിലെ പരിപാടിയിൽ ഉൾപ്പെടെ നാളെ സന്ദീപ് വാചസ്പതിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിലൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും അനഘ ഹർഷൻ ബേപ്പൂരിൽ തയ്യാറാണ് എന്ന് മനസ്സിലാക്കുന്നു. അനഘ, വലിയ ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കേരളത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വമ്പൻ റോഡ് ഷോ നമ്മൾ കണ്ടതാണ് അനന്തപുരിയിൽ. ഇതാ നരേന്ദ്രമോദി ഇന്നലെ വൈകിട്ട് മടങ്ങിയെങ്കിൽ ഇന്ന് നേരം പുലരുമ്പോൾ അമിത്ഷാ എത്തുകയാണ് കോഴിക്കോടേക്ക്. ഗൗതം, വലിയ ആവേശമാണ് അണികൾക്കിടയിൽ നിന്നുണ്ടാകുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെടുന്ന അമിത്ഷയാണ് മലബാറിന്റെ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് എത്തുന്നത്. പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10:30 ഈ റോഡ് ഷോ ആരംഭിക്കുക. ബേപ്പൂരിലെ NDA സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന്റെ റോഡ് ഷോയിലാണ് അമിത്ഷാ പങ്കെടുക്കുന്നത്. ഈ പ്രവർത്തകരൊക്കെ ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഒരു ആവേശം? അടിപൊളി. ബേപ്പൂരിന്റെ മണ്ണിൽ ചാണക്യൻ അമിത്ഷാ അടിച്ചു കളിക്കുകയാണ്. എന്താ ചേട്ടാ, എന്തൊക്കെ തെരഞ്ഞെടുപ്പിന് ദിവസം മാത്രമേ ഉള്ളൂ, എങ്ങനെ പോകുന്നു? വിജയ സാധ്യതയാണ് വേണ്ടത് നമുക്ക്. അതെ, പ്രത്യേകിച്ച് അമിത്ഷായെ പോലുള്ള എത്ര വലിയൊരു നേതാവാണ് മലബാറിന്റെ കോഴിക്കോടിലേക്ക് എത്തുന്നത്. എന്താ അതിന്റെ ഒരു പ്രതീക്ഷ? വലിയ ആവേശമല്ലേ? ആവേശമാണ്. അതെ, ഒരു മാറ്റം എന്തായാലും ഉറപ്പാ. അമിത്ഷാ വന്നേനാ ഒരു മാറ്റം ഉണ്ടാകുന്നാണ് ഗൗതം പറയുന്നത്. ബേപ്പൂരിന്റെ മണ്ണിൽ മാറും, മാറ്റത്തിന്റെ കാറ്റ് ഇവിടെ മറിയും. ഈ സമയത്ത് ഇവിടെ വലിയ പ്രവർത്തകർ ഒരു 10 മണിയോടുകൂടി തന്നെ ഈ ബേപ്പൂരിലെ ഈ ഭാഗത്തേക്ക് വലിയ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് തടിച്ചുകൂടി എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഗൗതം. ഇവിടെ നിരവധി പ്രവർത്തകരും കുട്ടികളും ഒക്കെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇന്ന് നമ്മുടെ അമിത്ഷാ ഇവിടെ എത്തുകയാണ്? നല്ല സന്തോഷം. തെരഞ്ഞെടുപ്പിനത് വലിയ ആവേശം പകരും. ബേപ്പൂർ പിടിച്ചെടുക്കും. ഈ ബേപ്പൂരിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ണാണ് ബേപ്പൂർ, ഗൗതം. അതായത് ഇവിടെ ഓരോ തവണയും NDA മത്സരിക്കുന്ന സമയത്ത് ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കാരണം ഈ ബേപ്പൂരിന്റെ ഒരു സാഹചര്യം അങ്ങനെയാണ്. അങ്ങനെ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ ബേപ്പൂരിന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ അത് വലിയൊരു ആവേശം പ്രവർത്തകരിൽ ഉണ്ടാക്കും എന്നുള്ളത്. ചേട്ടാ, എന്തൊക്കെയാ അമിത്ഷാ എത്തുകയാണ്, എന്താ ഒരു ആവേശം? കേരളത്തില് BJP വിജയ് ഭരിക്കും. കേരളം കുറെ കാലമായിട്ട് ഇടതും വലതും ഭരിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് മാറണം. ജനങ്ങൾക്ക് പുതിയ ഭരണത്തിന്റെ ആ പ്രീതി കിട്ടണമെങ്കിൽ ഭരണം മാറണം. അത്ര നല്ല ഭരണമാണ് മോദി സർക്കാർ. ഇവിടെ എത്രയോ കൊല്ലം കോൺഗ്രസ് ഭരിച്ചിട്ട് എന്തുണ്ടായി? എന്ത് പുരോഗതി ഉണ്ടായി? ഒരു റെയിൽവേ ഇല്ല, ഒരു ഹൈവേ ഇല്ല, ഒന്നുമില്ല. ഒക്കെ സ്വയം. ബേപ്പൂരിൽ റിയാസ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ബേപ്പൂരിൽ റിയാസ് ഒന്നും കൊണ്ടുവന്നില്ല. ഇവിടെ ഉള്ളത് അതന്നെ. റെയിൽവേ പാലം പെയിന്റ് ചെയ്തിട്ട് എത്ര പ്രാവശ്യം ഉദ്ഘാടനം ചെയ്ത് എന്താ നടന്നത്? ഇവിടെ ഇങ്ങനെ കൊടിയും പിടിച്ച് നടന്നുകൊണ്ട് കാര്യമായില്ല. റിയാസ് ബേപ്പൂരിന്റെ മണ്ണിന് വേണ്ടി, ബേപ്പൂരിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നാണ് ഇവിടെയുള്ള പ്രവർത്തകരൊക്കെ പറയുന്നത്. എന്നായാലും ഇനി അല്പസമയം 10:30 ഇവിടേക്ക് അമിത്ഷാ എത്തും. വലിയ കോഴിക്കോട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര ആവേശത്തോടെയുള്ള ഒരു റോഡ് ഷോ ആണ് ഉണ്ടാകുക. ഈ ബേപ്പൂരിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോഴിക്കോട് ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ സമര പോരാട്ടങ്ങളുടെ മുൻനിര പോരാളിയായിരുന്നു അഡ്വക്കേറ്റ് പ്രകാശ് ബാബു. എന്ത് പ്രശ്നം, കോഴിക്കോട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നം ഏറ്റെടുത്ത് അതിന്റെ മുൻനിരയിൽ തന്റെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അമിത്ഷാ ഉണ്ടായിരുന്നു. ഇവിടെ സ്ത്രീകളടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ആവേശമൊക്കെ? അമിത്ഷാ എത്താണ്, കാണാൻ വേണ്ടി വന്നതല്ലേ? പിന്നെ അമിത്ഷാ കാണണ്ടേ? കാണണം. അതിനുവേണ്ടി വന്നിരിക്കുകയാണ്. ബേപ്പൂരിൽ തന്നെയാണോ? ഓ, ഇതവിടെ അടുത്ത് തന്നെ. എങ്ങനെയുണ്ട് ബേപ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമൊക്കെ? അതിപ്പോ ഞാൻ എന്താ പറയാ. അതെന്തായാലും അമിത്ഷാനെ കാണാൻ വേണ്ടിയാ ചേച്ചി. ചേട്ടാ, എങ്ങനെയുണ്ട്? സാറല്ല പരിപാടി. പിന്നല്ല, ഈ ജനങ്ങൾ കണ്ടല്ല അറിഞ്ഞൂടെ നിങ്ങൾക്ക്? ഗൗതം, ഇവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ കണ്ടാൽ അറിഞ്ഞൂടെ ബേപ്പൂരിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം എങ്ങനെയാണ് പോകുന്നത്?
ബേപ്പൂരിന്റെ ഒരു പൾസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇപ്പോൾ കർശന നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ പരിശോധന കൃത്യമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റോഡ് ഷോ നടക്കുന്ന ഈ റോഡ് ഒരു ഭാഗത്ത് വെച്ച് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ഈ വിജിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ ബേപ്പൂർ, അവിടെ നിന്നാണ് ഈ റോഡ് ഷോ ആരംഭിക്കുന്നത്. റോഡ് ഈ വടം വെച്ച് പോലീസ് രണ്ട് ഭാഗങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഈ കാത്തിരിപ്പിന്, ഈ പ്രവർത്തകരുടെ ഈ ആവേശത്തിന് ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ. ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ NDA എന്ന BJP ഇന്ന് 21 സംസ്ഥാനം ഭരിക്കുന്ന BJP ആക്കി വളർത്തിയതിൽ, ആ ഒരു കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടിയെ നയിച്ചതിൽ, അങ്ങനെ എല്ലാത്തിനും മുൻപന്തിയിൽ നിന്നിരിക്കുന്ന ആളാണ് അമിത്ഷാ. അദ്ദേഹമാണ് കോഴിക്കോടേക്ക് എത്തുന്നത്. അത് ഈ അവസാനം തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രവർത്തകരിൽ ഉണ്ടാക്കുന്ന ഒരു ആവേശം ചെറുതല്ല എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ആവേശം? ഇപ്പൊ ഇവിടേക്ക് അമിത്ഷാ എത്തുകയാണ്, അപ്പൊ എത്രത്തോളം ആവേശമുണ്ട്? കോഴിക്കോട് ആദ്യമായിട്ടല്ലേ വരുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് ബേപ്പൂരിന്റെ ഒരു തെരഞ്ഞെടുപ്പ്? അടിപൊളി. റിയാസ് ഒന്നും ചെയ്തില്ലേ ബേപ്പൂരിന് വേണ്ടി? റിയാസും ചെയ്ത് എല്ലാവരും ചെയ്തിരുന്നു. ഇപ്പോൾ കേന്ദ്രത്തിലെ അമിത്ഷാ ആദ്യമായിട്ട് വരുന്നില്ല കേരളത്തിൽ ഇവിടെ, അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി. എന്തായാലും പ്രകാശ് ബാബു ഇവിടെ ഒരു ചരിത്രം സൃഷ്ടിക്കണം. ഇവിടെ ഇപ്പോൾ പോലീസിന്റെ പരിശോധനയൊക്കെ നടക്കുകയാണ്. ഈ റോഡിന്റെ രണ്ട് വശങ്ങളും ഈ വടം വെച്ച് തിരിച്ചുകൊണ്ട് ആണ് ഉള്ളത്. ഇപ്പോൾ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വാഹനം തയ്യാറായിട്ടുണ്ട്. ഇനി അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെടുന്ന അമിത്ഷാ ഈ കോഴിക്കോടേക്ക് എത്തുകയാണ്. അത് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വലിയ ആവേശം നിറയ്ക്കുന്നതാണ്. അതാണ് ഈ പ്രവർത്തകർ കാണുന്നത്.